നമസ്കാരം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂരുള്ള അസ്ന ഇബ്രാഹിം ദമ്പതികളുടെ വീടാണ്. ഈ മനോഹരമായ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച നമ്മുടെ ഈ വീട് ഏകദേശം 2250 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ വളരെ മനോഹരമായിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലൊക്കെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് വരുന്ന ഷോവാൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രേ കളർ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ടിൽ ഇതേ നോക്കി നല്ല ഭംഗിയിലൊക്കെ ആണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നും നല്ല വ്യൂ തന്നെയാണ് കേട്ടോ വീടിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലായിട്ടൊക്കെ നല്ല ഭംഗിയിൽ ഒരുപാട് ഡിസൈനിങ് വരുന്നുണ്ട്. വൈറ്റ് കളറിൽ പ്ലാസ്റ്ററിങ് ഡിസൈൻ കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ബ്ലാക്ക് കളറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബോർഡേഴ്സിലായാലും മെയിൻ ഷോവാളിലൊക്കെ ആയാലും ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ ഗ്രേ കളർ ഷെയ്ഡിൽ. ഇനിയിപ്പോൾ ഇതേ മുറ്റത്ത് ബേബി മെറ്റൽ ആണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുപോലൊരു പോർഷൻ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നും, അതായത് വീടിന്റെ ഫ്രണ്ടിൽ നിന്നും കൂടാതെ സൈഡിൽ നിന്നും നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതും. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇതാ 2 വശത്തു നിന്നായിട്ടും ഒരു എൽ ഷേപ്പിലായിട്ട് 2 സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് ഇതാ ബോർഡറിലായിട്ട് ഗ്രാനൈറ്റും നടുക്കായിട്ട് മാർബിളും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പ്ലെയിൻ ആയിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഒക്കെ 2 വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 3 വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. സിംഗിൾ വിൻഡോസ് ആണ്. ഇവിടെ ഇരിക്കാനായിട്ട് ഇതാ ഇതുപോലെ 3 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ഡോറ് നോക്കല്ലേ, ഇത് വന്നിട്ട് വുഡ് വന്നിട്ട് തേക്കാണ് കേട്ടോ. ഡബിൾ ഡോർ ആണ് വന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. മുകളിലായിട്ട് അറബിക് കാലിഗ്രഫി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതേ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ നേരെ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ തന്നെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് ബാക്കിലായിട്ട് നോക്കിയാൽ ഒരു 3 ഡോർ വിൻഡോയും സൈഡിലെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സോഫ ഇരിക്കുന്നതിന്റെ 2 കോർണറിലായിട്ടും നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷോവാള്. അവിടെ മൊത്തത്തിൽ ആ ഒരു സിമെന്റ് ടെക്സ്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. താഴെ ഡ്രോയർ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു വോളിൽ ഈ ഒരു അരികിലായിട്ട് തന്നെ ഒരു വുഡൻ ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് ഒരു വശത്ത് ആ ടെക്സ്ചർ പെയിന്റും കൂടാതെ ജിപ്സം ഡിസൈനിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നോക്കല്ലേ. അവിടെ പോകുമ്പോൾ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലെ വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന ടേബിളാണ്. ഏകദേശം 19,000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. കൂടാതെ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെയറിന് 6,000 രൂപ വരുന്ന കുഷൻ ഡിസൈനിൽ വരുന്ന ചെയേഴ്സ് ആണ്. നമ്മുടെ ഈ ഒരു ഹോളിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത്. സ്റ്റെയർ നമ്മുടെ ഈ ഹോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ്. കൂടാതെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ അല്ലേ നല്ല ഭംഗിയിൽ തന്നെ അവിടെ ഒരു കുഞ്ഞു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സ്പേസിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് വൈറ്റ് പെബിൾസും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ആ ഒരു കോർണറിലായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ഒരു സീറ്റർ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷേരിയൊക്കെ നോക്കണ്ടേ. ആ ഭാഗത്തേക്ക് പോകുമ്പോഴും ഇതാ ഇവിടെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. അതിലായിട്ടാണ് കേട്ടോ വിൻറ്റേജ് ക്ലോക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടുത്തെ സീലിംഗ് കണ്ടില്ലല്ലോ.
കണ്ടല്ലോ. സീലിംഗിൽ ഇതുപോലെ വുഡൻ വൈറ്റ് തീമിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ ഒരു ഭാഗം വന്നിട്ട് ഡബിൾ ഹൈറ്റിലാണ്. അവിടെ നടുക്കായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ ദേ ഇനി നമ്മുടെ വാശേരിയെ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാശേരിയാണ് കേട്ടോ ഇത്. നടുക്കായിട്ട് ഒരു LED ലൈറ്റ് മിററും കൂടാതെ വൈറ്റ് വാഷ് ബേസിനും കൂടാതെ താഴെയായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഒരു കുഞ്ഞു പാർട്ടീഷൻ വോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഇതാ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ദേ കുഷ്യൻ ടൈപ്പിൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ദേ ആ ഒരു ബാക്ക് വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ സീബ്ര ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി കോട്ടിന്റെ ഓപ്പോസിറ്റ് വാളിലായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ റൂമിലെ ബാത്റൂം വരുന്നത്. അപ്പൊ ദേ അത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ദാ നല്ല ഭംഗിയിൽ തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വാഷേരിന്റെ യൂണിറ്റും വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. ഇനിയിപ്പോ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ കിച്ചണും കോമൺ ബാത്റൂമും രണ്ടാമത്തെ ബെഡ്റൂം ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ദേ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. ആ ഒരു ഹെഡ് ബോർഡിന്റെ ആ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് ഒരു കുഷ്യൻ ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു വശത്തായിട്ട് തന്നെ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈനും നടുക്കായിട്ട് ഒരു വോൾ മെറ്റൽ ഡിസൈനിങ്ങും വരുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. ആ വോളിൽ മൊത്തത്തിൽ ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡോയിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സും ദേ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. വുഡൻ ലൂവേഴ്സ് ഡിസൈൻ സൈഡിൽ വരുന്നുണ്ട്. ഒരു കുഞ്ഞു ഡ്രോയറും ഫുൾ മിററും ആണ്. ഇനി ദേ ഈ ഒരു റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ്. ഒരു വശത്തായിട്ട് വാഷേരിയന്റെ യൂണിറ്റും കാണാം. ഇനിയിപ്പോ നമുക്ക് ഹാളിലെ കോമൺ ബാത്റൂം കൂടി നോക്കാവേ. ഇത് വന്നിട്ട് നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂം തന്നെയാണ് കേട്ടാ. ശേഷം നമ്മൾ ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ നോക്കുന്നത്. കിച്ചണിന്റെ ഡോർ ഇതുപോലെ വുഡിന്റെ ഡോറിൽ ഒരു ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒത്തിരി മനോഹരമായി നിർമ്മിച്ച ഒരു മോഡുലാർ കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗം വന്നിട്ട് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് ഗ്രാനൈറ്റും താഴെയായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. 2 ഹൈ ചെയേഴ്സും വരുന്നുണ്ട്. അവിടുന്ന് ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിലായിട്ട് തന്നെ റാക്ക് പോകുന്നുണ്ട് കേട്ടാ. ഇവിടെ റാക്കിന് ബേസിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ വീട് ഇത്രയും മനോഹരമായ രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത് ചെമ്പ്രവട്ടത്തുള്ള ആർക്കിയ ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ. കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇനി ഇവിടെ ഗ്യാസ് സ്റ്റവിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടി വിൻഡോസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴെ മാത്രമല്ല മുകളിലായിട്ട് അപ്പർ ക്യാബിൻസും വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു ടോൾ യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസും വരുന്നുണ്ട്. നമ്മുടെ ലോവർ ക്യാബിൻസിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ അടുപ്പിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. മുകളിലായിട്ട് ചിമ്മിനും വെന്റിലേഷന് വേണ്ടിയിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസും കാണാം. ഇനിയിപ്പോ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ സിങ്കിന്റെ ഏരിയയും വരുന്നുണ്ട് കേട്ടോ. അവിടെ താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്കുള്ള ഡോർ വന്നിട്ട് ഗ്രിൽസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിന്റെ വിശേഷങ്ങൾ നോക്കല്ലേ. താഴെ കൊടുത്ത സെയിം മാർബിൾ ആണ് കേട്ടോ സ്റ്റെയറിന്റെ ഫ്ലോറിൽ വരുന്നത്. ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് GIയിലാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് റെയിലായിട്ട് വുഡൻ തീമിൽ പെയിന്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ ഏരിയയിൽ ഈ വോള് ഈ ഹോളിലെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. മൊത്തത്തിൽ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. വിൻഡോസിലായിട്ട് ലൈറ്റ്സും കൂടാതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഭാഗം കാണാൻ. ഈ സീലിംഗിലായിട്ട് കൊടുത്ത ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണ്, സിംപ്ലി സൂപ്പർബ് ആണ്. അപ്പൊ നമ്മളിത് ഇവിടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് തന്നെ വരുന്നുള്ളേ. നമ്മൾ കയറി വരുമ്പോഴേ നേരെ കാണുന്ന ആ ഒരു വോളിലായിട്ട് ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മുകളിലെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബോണൈറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ
ബെഡ്റൂം വരുന്നത്. ഈ റൂം വന്നിട്ട് ഇതാ വളരെ സിമ്പിൾ ആയിട്ട് കിടക്കാണ്. ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വിൻഡോസിലായാലും കർട്ടൻസ് ഒന്നും വരുന്നില്ല കേട്ടാ. ഇവിടെ റൂമിലായിട്ട് നോക്കുകയാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഈ ബാത്റൂം നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ടൈലൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ്. സൈഡിലായിട്ട് തന്നെ വാഷേരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതേ അവിടുന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂമും ബാൽക്കണിയും വരുന്നത്. 4ാമത്തെ ബെഡ്റൂമും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ട് കിടക്കാണ് കേട്ടോ. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിലും ദേ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ ടൈല് ഫുള്ളായിട്ട് കൊടുത്തിട്ടാണ്. ഒരു വശത്തായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ദേ അവസാനമായിട്ട് നമ്മളിതാ നമ്മുടെ ബാൽക്കണിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ബാൽക്കണി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു പോർഷൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ ഈ വീടിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനിയിപ്പോ ദേ ഇവിടുന്ന് ഇതാണ് കേട്ടോ ആ ഒരു ഷോവാളിന്റെ ഒക്കെ അടുത്തുനിന്നുള്ള ഒരു വ്യൂ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ചെയ്ത ഓരോ ഡിസൈനിങ്ങും ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒക്കെ ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്ത ആളെ നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.